സിനാപ്റ്റിക് പാക്കേജ് മാനേജർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഉബുണ്ടുവിൽ ആപ്ലിക്കേഷൻസ് എപ്രകാരം ഇൻസ്റ്റോൾ ചെയ്യാം എന്നതാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഇതിനായി ഉബുണ്ടുവിന്റെ 10.04 ഗ്നോം എൻവയോൺമെന്റിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിക്കുവാൻ അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സ് വേണം. ഇന്റർനെറ്റ് കണക്ഷൻ പ്രവർത്തനക്ഷമമായിരിക്കണം. നമുക്കാദ്യം സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ദയവായി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്നതിലേക്ക് പോകണം. അതിനുശേഷം സിനാപ്റ്റിക് പാക്കേജ് മാനേജറിൽ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ചോദിച്ചുകൊണ്ട് ഒരു ഓതന്റിക്കേഷൻ ഡയലോഗ് ബോക്സ് ഇവിടെ വരും. നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം എന്റർ പ്രസ് ചെയ്യാം. നമ്മൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഡയലോഗ് ബോക്സ് വരും. ഈ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരം ഈ ഡയലോഗ് ബോക്സിൽ ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി സിനാപ്റ്റിക് പാക്കേജ് മാനേജറിൽ പ്രോക്സിയും റെപ്പോസിറ്ററിയും നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇത് ചെയ്യാനായി നമുക്ക് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ വിൻഡോവിലേക്ക് സ്വിച്ച് ചെയ്യാം. സെറ്റിംഗ്സിലേക്ക് പോകുക. അതിനുശേഷം പ്രിഫറൻസിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന പ്രിഫറൻസ് വിൻഡോയ്ക്ക് ഒരുപാട് ടാബ്സ് ഉണ്ട്. പ്രോക്സി സെറ്റിംഗ്സ് കോൺഫിഗർ ചെയ്യുന്നതിനായി നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യുക. പ്രോക്സി സെർവറിൽ രണ്ട് ഓപ്ഷനാണുള്ളത്: ഡയറക്റ്റ് കണക്ഷനും മാനുവൽ പ്രോക്സി കണക്ഷനും. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഞാൻ ഉപയോഗിക്കുന്നത് മാനുവൽ പ്രോക്സി കോൺഫിഗറേഷൻ ആണ്. നിങ്ങൾക്ക് കൂടുതൽ പ്രിയമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓതന്റിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. HTTP ഓതന്റിക്കേഷൻ വിൻഡോ സ്ക്രീനിൽ കാണാം. ആവശ്യമെങ്കിൽ ദയവായി യൂസർ നെയിം പാസ്വേഡ് നൽകി OKയിൽ ക്ലിക്ക് ചെയ്യുക. മാറ്റങ്ങൾ വരുത്തുവാൻ അപ്ലൈ പ്രസ് ചെയ്യുക. വിൻഡോ ക്ലോസ് ചെയ്യുവാൻ OKയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വീണ്ടും സെറ്റിംഗ്സിലേക്ക് പോവുക. റെപ്പോസിറ്ററീസിൽ ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ്വെയർ സോഴ്സ് വിൻഡോ നമുക്ക് സ്ക്രീനിൽ കാണാം. ഉബുണ്ടു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഡൗൺലോഡ് ഫ്രം ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. റെപ്പോസിറ്ററീസിന്റെ ലിസ്റ്റ് കാണാൻ മൗസ് ബട്ടൺ ഹോൾഡ് ചെയ്യുക. അതർ ലോകത്തിലുള്ള പല സെർവറിന്റെയും ലിസ്റ്റ് കാണിക്കുന്നു. ഈ വിൻഡോ ക്ലോസ് ചെയ്യാൻ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്നത് പോലെ ഞാൻ ഉപയോഗിക്കുന്നത് സെർവർ ഫോർ ഇന്ത്യ ആണ്. ഈ സോഫ്റ്റ്വെയർ സോഴ്സ് വിൻഡോ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ക്ലിക്ക് ചെയ്യുക. ഈ ടൂൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിക്കുന്നതിനായി ഉദാഹരണമായി ഞാനിപ്പോൾ VLC പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നിങ്ങൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാക്കേജ് റീലോഡ് ചെയ്യണം. ഇത് ചെയ്യുവാനായി ടൂൾ ബാറിലുള്ള റീലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് കുറച്ച് സെക്കൻഡ്സ് എടുത്തേക്കാം. പാക്കേജസ് ഇന്റർനെറ്റിലൂടെ ട്രാൻസ്ഫർ ആയി അപ്ഡേറ്റ് ആകുന്നത് നമുക്കിവിടെ കാണാം. റീലോഡ് പ്രോസസ് പൂർണ്ണമാകുമ്പോൾ ടൂൾ ബാറിലുള്ള ക്വിക്ക് സെർച്ച് ബോക്സിലേക്ക് പോയി VLC എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ എല്ലാ VLC പാക്കേജസും ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം. VLC പാക്കേജ് സെലക്ട് ചെയ്യുവാനായി ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന മെനു ബാറിൽ നിന്നും മാർക്ക് ഫോർ ഇൻസ്റ്റാളേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എല്ലാ റെപ്പോസിറ്ററി പാക്കേജസിന്റെയും ലിസ്റ്റ് കാണിക്കുന്ന ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും. എല്ലാ ഡിപെൻഡൻസീസ് പാക്കേജസും ഓട്ടോമാറ്റിക്കലി മാർക്ക് ചെയ്യുവാൻ മാർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ടൂൾ ബാറിലേക്ക് പോയി അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യേണ്ട പാക്കേജുകളെ പറ്റിയുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു സമ്മറി വിൻഡോ പ്രത്യക്ഷപ്പെടും.
ഇൻസ്റ്റാളേഷൻ ആരംഭിക്കുന്നതിനായി അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യേണ്ടുന്ന പാക്കേജസിന്റെ എണ്ണവും സൈസും അനുസരിച്ച് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിന് കുറച്ച് സമയം എടുക്കാം. മുൻപേ പോലെ കുറച്ച് സമയം എടുത്തേക്കാം. ഇൻസ്റ്റാളേഷൻ പൂർണ്ണമാകുമ്പോൾ തന്നെ ഡൗൺലോഡിംഗ് പാക്കേജ് ഫയൽ വിൻഡോ ക്ലോസ് ആവും. ഇപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കാണാവുന്നതാണ്. VLC ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുന്നതായി കാണാം. ഇപ്പോൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ വിൻഡോ ക്ലോസ് ചെയ്യുക. VLC പ്ലെയർ വിജയകരമായി ഇൻസ്റ്റാൾ ആയോ എന്ന് നമുക്കിപ്പോൾ പരിശോധിക്കാം. ഇതിനായി നമുക്ക് ആപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ എന്നതിലേക്ക് പോകാം. ഇവിടെ VLC മീഡിയ പ്ലെയർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാം. ഇത് VLC വിജയകരമായി ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ഈ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ചുരുക്കട്ടെ. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് സിനാപ്റ്റിക് പാക്കേജ് മാനേജറിൽ പ്രോക്സിയും റെപ്പോസിറ്ററിയും എങ്ങനെ ക്രമീകരിക്കാമെന്നും കൂടാതെ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷനോ പാക്കേജോ എപ്രകാരം ഇൻസ്റ്റാൾ ചെയ്യാമെന്നതുമാണ്. ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാണ് ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ. ICT-യിലൂടെ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ആണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. http://spokentutorial.org/nmeict-intro. ഈ ശബ്ദം നൽകിയിരിക്കുന്നത് ബിജു ആണ്. ഇതിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.